എപ്രകാരം ഒരു മനുഷ്യനിൽ സൗഖ്യം സംഭവിക്കുന്നു? നമ്പർ 1, മത്തായി സുവിശേഷം 14 വചനത്തിൻ പ്രകാരം ക്രിസ്തുവിന്റെ മനസ്സലിവ്. അവൻ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ അവൻ സൗഖ്യമാക്കി. ഒരു രോഗിയെ കാണുമ്പോൾ കർത്താവ് മനസ്സലിയുന്നു. ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ, വൈദ്യന്മാർ ഉപേക്ഷിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നുന്നു. മത്തായി 14:14 പ്രകാരം ആ മനസ്സലിവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നു. നമ്പർ 1. രണ്ടാമത്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മലാക്കി 4:2 വചനത്തിൻ പ്രകാരം ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഭയപ്പെടുന്നവന് ക്രിസ്തു സൗഖ്യമാക്കുന്നു. നമ്പർ 3, 2 ദിനവൃത്താന്തം 7:14 വചനത്തിൻ പ്രകാരം ദുർമാർഗം വിട്ട് തിരിയുന്നവന് യേശു സൗഖ്യമാക്കുന്നു. നാലാമത്, സങ്കീർത്തനം 147 3 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മനം തകർന്നവന് രോഗസൗഖ്യം ലഭിക്കും. ഹൃദയം തകർന്നവന് രോഗസൗഖ്യം ലഭിക്കും. അഞ്ചാമത്, മത്തായി സുവിശേഷം 8:3 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കുഷ്ഠരോഗി ഒരാൾ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തകർന്ന് നിലവിളിച്ച്, മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാം. കർത്താവ് അരുളി ചെയ്യുന്ന, മകനെ, എനിക്ക് മനസ്സുണ്ട്, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട്. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി. ആമേൻ. യേശു തൊട്ടാൽ നമുക്ക് സൗഖ്യം. ലൂക്കോസ് സുവിശേഷം 8:44 പ്രകാരം യേശുവിനെ തൊട്ടവർക്കും സൗഖ്യം. സങ്കീർത്തനം 107:20 പ്രകാരം, മത്തായി 8:16 പ്രകാരം തന്റെ വാക്ക് കൊണ്ട് കർത്താവ് സൗഖ്യമാക്കുന്നു. തൊട്ടു മുമ്പ് നടന്ന വ്യാഴാഴ്ച ആരാധനയിൽ പ്രേയർ ഹാൾ അങ്കണത്തിൽ ആരാധന തീരും 5 മിനിറ്റിന് മുമ്പ് വളരെ ക്ലിയറായി ഞാൻ ഈ പുൽപിറ്റിൽ നിൽക്കുമ്പോൾ ദൈവശബ്ദം കേട്ട്, God spoke to me. God spoke to me. ദൈവം എന്നോട് അരുളി ചെയ്ത്, മകനെ, വിദേശ രാജ്യത്തിൽ മരണനെരുക്കത്തിലായിരിക്കുന്ന ഒരാളിന് വേണ്ടി അതേ മരണനെരുക്കത്തിൽ പ്രാർത്ഥനയോട് കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ യാചന ഞാൻ ശ്രദ്ധിച്ചു. നീ വിളിച്ചു പറയുക, ഇപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ അബുദാബി പട്ടണത്തിൽ ഇറങ്ങി അയാളുടെ ഹാർട്ട് അറ്റാക്കിനെ ദഹിപ്പിച്ച് പുതുഹൃദയം വയ്ക്കുന്നതായി. സാക്ഷി നിങ്ങൾ കേട്ട്, ഇന്ന് സാമിന്റെ സാക്ഷി നിങ്ങൾ കേട്ട്, അപ്രകാരം തന്നെ ആ സെക്കൻഡിൽ തന്നെ അബുദാബിയിൽ ഹാർട്ട് അറ്റാക്കായി മരണത്തോട് യുദ്ധം ചെയ്ത സഹോദരനെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. രോഗസൗഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. മൂന്നാമത്, യോഹന്നാൻ സുവിശേഷം 11:43-44 വചനങ്ങൾ ശ്രദ്ധിപ്പീൻ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ലാസറേ പുറത്തു വരിക. ആ നാളികയിൽ മരിച്ചവൻ പുറത്തു വന്ന് അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജീവൻ. കാരണം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പോകാം, ഇനി പാപം ചെയ്യരുത്. പാപമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. അടുത്ത് നാം ധ്യാനിച്ചുവല്ലോ, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. രോഗശാന്തി നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. മൂന്നാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത്, മരിച്ച് 4 ദിവസങ്ങളായി നാറ്റം വയ്ക്കാൻ തുടങ്ങി
ബെഥാനി പട്ടണത്തിൽ ലാസറുടെ കല്ലറയുടെ അടുക്കൽ തമ്പുരാൻ യേശു കർത്താവ് നിന്ന് കൽപ്പിക്കുന്നു, ലാസറേ പുറത്തേക്ക് വരിക. അപ്പോൾ മരിച്ച് നാറിയവന്റെ ശരീരം ജീവൻ പ്രാപിച്ച് മടങ്ങി പുറത്തേക്ക് വന്ന് അത്ഭുതം, മിറക്കിൾ, അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജീവൻ. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 16-ാം വചനത്തിൽ കർത്താവിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന ദാനിയേലിന് കിട്ടിയത് സിംഹഗുഹ. സിംഹഗുഹ, സിംഹങ്ങളുടെ വായ അടച്ച് ദൈവഭക്തനെ സംരക്ഷിച്ച ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ സത്യത്തിന്റെ സാക്ഷിയെ നിലകൊണ്ട പത്രോസിനെ ജയിലിൽ അടച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ അർദ്ധരാത്രിയിൽ ഇറങ്ങി അവനെ മോചിച്ച്, ദൂതനും പത്രോസും പട്ടണത്തിന്റെ തെരുവീടിയിൽ കടക്കുവാൻ തടസ്സമായി നിന്ന് ഇരുമ്പ് വാതിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 12:10 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പത്രോസ് വരുന്നത് കണ്ടപ്പോൾ ഇരുമ്പ് വാതിൽ തനിയെ തുറന്ന് ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 5, 6, 7 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പ്രവാചക ശിഷ്യൻ തന്റെ പാർപ്പിടം വിശാലമാക്കുവാൻ മരം വെട്ടുവാൻ പോയി, കടമാങ്ങിയ കോടാരിയുമായി കടന്നുപോയി. വെട്ടുമ്പോൾ കോടാരി ഊരി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജോർദാനിൽ വീണ് എലിശ പ്രാർത്ഥിച്ച് വെള്ളത്തിന്റെ താഴെ വീണ ഇരുമ്പ് കോടാരി പ്രാർത്ഥന കേട്ട ദൈവത്തിന്റെ ജീവൻ മുഖാന്തരം വെള്ളത്തിൽ മിടന്നു വന്ന് ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ. 1 രാജാക്കന്മാർ 18:45 വചനത്തിൽ 3.5 ആണ്ടുകാലം മഴയില്ലാതെ വരണ്ടു കിടന്ന ദേശത്തിൽ യേശുവിന്റെ നാമത്തിൽ എലിശ പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എലിജാവിന്റെ പ്രാർത്ഥനാദയം കേട്ട് വൻമഴ ദേശത്തിൽ പെയ്വിച്ച് ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ. മനസ്സിലായ ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം മുതൽ യഹോവയാം ദൈവം അരുളി ചെയ്യുന്ന വെളിച്ചം ഉണ്ടാകട്ടെ, സമുദ്രം ഉണ്ടാകട്ടെ, ഭൂതലം ഉണ്ടാകട്ടെ. അവൻ കൽപ്പിച്ചു, അതുപോൽ സംഭവിച്ചു. ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ മുഖാന്തരം സർവവും നിർമ്മിക്കപ്പെട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വചനത്തിൽ ചെങ്കടലിനെ നോക്കി മോശെ കരം നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയിട്ട് വിഭജിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ ജീവൻ മുഖാന്തരം. ജോഷുവ 3-ാം അധ്യായം 13 പ്രകാരം, ജോഷുവ 4-ാം അധ്യായം 18-ാം വചനത്തിൻ പ്രകാരം ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന ലേവിയ പുരോഹിതന്മാരുടെ ഉള്ളങ്കാലുകൾ ജോർദാന്റെ വെള്ളത്തിൽ പെട്ടപ്പോൾ ജോർദാൻ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 2ആയിട്ട് വിഭജിക്കപ്പെട്ട് അവിടെ പ്രവർത്തിച്ചത് യേശു കർത്താവിന്റെ ജീവൻ. ആമേൻ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വചനത്തിൻ പ്രകാരം റഫീദീം പട്ടണത്തിൽ, സംഖ്യാ പുസ്തകം 20-ാം അധ്യായം 8-ാം വചനത്തിൽ കാദേശ് പട്ടണത്തിൽ മോശെ തന്റെ കോൽ കൊണ്ട് പാറ അടിച്ചപ്പോൾ പാറ പിളർന്ന് വെള്ളം പുറത്തു വന്ന് ദേശായ ട്രമൻഡസ് മിറക്കിൾ. ക്രിസ്തുവിന്റെ ജീവന്റെ പ്രവർത്തനം. അവസാനം ഒറ്റയ്ക്കൊരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് ഉറക്കെ നിലവിളിക്കുന്ന, ഐ മസ്റ്റ് ടേക്ക് എ ബാറ്റിൽ, ഞാൻ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു പിതാവേ, ആകയാൽ ഞാൻ സൂര്യനോട് ഞാൻ കൽപ്പിക്കുന്നു, സൂര്യ നിൽക്ക. സൂര്യൻ നിന്ന്
ആ വചനം വായിക്കാം. ജോഷുവ 10-ാം അധ്യായം 12-ാം വചനം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേലിന്റെ മക്കൾ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്ക്, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. തുടർന്ന് സൂര്യന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യ ഒരു ദിവസം മുഴുവനും സൂര്യൻ ആകാശത്തിൽ ഒരു ദിവസം മുഴുവതും അസ്തമിക്കാതെ നിന്നു. ആമേൻ. സൂര്യൻ ജോഷുവയുടെ കൽപ്പന അനുസരിച്ച് അസ്തമിക്കാതെ ഒരു ദിവസം നിന്ന്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സമീപത്തിൽ അമേരിക്കയിൽ പ്രവർത്തിച്ച സൂപ്പർ കമ്പ്യൂട്ടറിൽ കണ്ടുപിടിച്ചതിന് അടിസ്ഥാനത്തിൽ ലോക ചരിത്രത്തിൽ എവിടെയോ ഒരു ദിവസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതായി ഞാൻ ചില മാസികൾ വായിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജോഷുവയുടെ പ്രാർത്ഥന ദൈവം മാനിച്ചു. ആകാശത്തിൽ സൂര്യൻ നിന്ന്. സൂര്യന്റെ ചന്ദ്രന്റെ ഉദയ അസ്തമനങ്ങൾ എപ്രകാരം നടക്കുന്ന? സൂര്യൻ ആകാശത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടല്ല. ഇതിന് ഒരു വിശദീകരണം ദൈവാത്മ നൽകുവാൻ ആഗ്രഹിക്കുന്ന. ചന്ദ്രനും സൂര്യനും ആകാശത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടല്ല ഉദയാസ്തമനം നടക്കുന്നത്. ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നില്ല. നമുക്കറിയാം, ഭൂമി കറങ്ങുന്നു. ഭൂമി കറങ്ങുമ്പോഴാണ് ഉദയാസ്തമനം സംഭവിക്കുന്നത്. സൂര്യ നിൽക്ക എന്ന് ജോഷുവ കൽപ്പിച്ചപ്പോൾ നിന്നത് സൂര്യനല്ല, ഭൂമി ഉരുളയാണ് നിന്നത്. കറങ്ങുന്ന ഭൂമി ഒരു നാൾ നിശ്ചലമായി ചലിക്കാതെ നിന്ന്. ആമേൻ. ഭൂമി നിൽക്കുമ്പോഴാണ് സൂര്യൻ നിൽക്കുന്നത് പോലെ തോന്നും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഭൂമിയെ നിർമ്മിച്ചവൻ ഭൂമിയെ നിർത്തി. നമ്മുടെ പ്രാർത്ഥന മാനിക്കാതിരിക്കുമോ? നമ്മുടെ കണ്ണുനീർ മാനിക്കാതിരിക്കുമോ? കഴിഞ്ഞ 17 ആണ്ടുകളായി ഇന്ത്യ ദേശത്തിന് പുറത്തും അകത്തും 10,000 വേദികളിൽ തന്റെ സാക്ഷിയെ ദൈവം എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവന്റെ വൻ കാരുണ്യം മുഖാന്തരം 2 പ്രാവശ്യം ഫീൽ ആദിവാസികൾക്ക് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ കൊണ്ടുപോയി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഈ 3 സ്റ്റേറ്റുകളിൽ കിടക്കുന്ന കോടിക്കണക്ക് ഫീൽ ആദിവാസികൾ. 2-ാം പ്രാവശ്യം കർത്താവിനെ കൊണ്ടുപോയത് ഗുജറാത്ത് സ്റ്റേറ്റിൽ അഹമ്മദാബാദ് പട്ടണത്തിന് സമീപമുള്ള മൊറഡാബാദ് എന്നുള്ള കൊച്ചു ടൗണിൽ CNI ചർച്ചിന് ഒരു വിശാലമായ കാമ്പൗണ്ട് ഉണ്ട്. ആ കാമ്പൗണ്ടിനകത്ത് 500 ഫീൽ ആദിവാസി കുടുംബങ്ങൾക്ക്, പാസ്റ്റർക്കും പാസ്റ്ററുടെ കുടുംബത്തിനും ചേർത്തുള്ള പവർ മിനിസ്ട്രി 3 ദിവസം നടത്തിക്കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയി. അതിന് 3 കൊല്ലത്തിന് മുമ്പ് ഈ 3 സ്റ്റേറ്റുകളിലും 60 കൂട്ടങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, രാപ്പകലായി ഫീൽ ആദിവാസികൾക്ക്. പവർ മിനിസ്ട്രി 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഷെയറിംഗ് ലവ് മിഷന്റെ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ദേവദാസ് എന്റെ അടുക്കൽ വന്ന് പറയുന്നേ, ബ്രദർ, നിങ്ങളെ കാണാൻ ഒരു കുടുംബം വന്നിട്ടുണ്ട്. ഗുജറാത്തിൽ എന്നെ കാണാൻ ഏത് കുടുംബം? ഞാൻ അവരെ അന്വേഷിച്ച് കടന്നുപോയി. ഭാര്യയും ഭർത്താവും, അവിടെ കയ്യിൽ ഒരു 2 വയസ്സ് കുഞ്ഞുള്ള ഒരു കുഞ്ഞുമുണ്ട്. അവർക്ക് 50 വയസ്സ് കാണും. ഭർത്താവിന് 50, ഭാര്യയ്ക്ക് 47, 48 വയസ്സ് കാണും. അവിടെ കയ്യിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞിനെ എന്റെ കരത്തിൽ ഏൽപ്പിച്ച്
എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ മധ്യപ്രദേശത്തിൽ നിന്ന് രാജസ്ഥാൻ താണ്ടി ഗുജറാത്തിലെത്തിയിരിക്കുന്നു. ഞാൻ സ്നേഹത്തോട് ചോദിച്ച്, കുഞ്ഞിന്റെ പേരെന്താണ്? അവർ പറഞ്ഞത് സുന്ദർ സിംഗ് എന്നാണ്. സുന്ദർ സിംഗ് എന്നാണ്. 18 ആണ്ടുകൾ മക്കളില്ലാതിരുന്നപ്പോൾ ഞാൻ മധ്യപ്രദേശ് മേഘ്നഗറിൽ പട്ടണത്തിന് ഉൾക്കാടുകളിൽ ചെന്ന് ഫീൽ ആദിവാസികൾക്ക് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവർ 3 വർഷത്തിനു മുമ്പ് 18 വർഷം മക്കളില്ലാതെ ആ കൂട്ടത്തിൽ പങ്കെടുത്ത്. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് 18 വർഷം മക്കളില്ലാത്ത ഇവരെ കർത്താവ് തൊട്ട് ആ മാസം അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ പൈതലിന് എന്റെ പേരിട്ടിരിക്കുന്നു. എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്നവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജീവൻ. നമുക്കൊന്ന് എഴുന്നേൽക്കാം. നാം ഒരു പ്രസംഗം കേൾപ്പാനല്ല നാം എത്തിയിരിക്കുന്നത്. നാം ഒരു ആലോചന കേൾപ്പാനല്ല എത്തിയിരിക്കുന്നത്. നാം വന്നിരിക്കുന്നത് ഒരു അത്ഭുതത്തിനായി. For a miracle, for a miracle. അത്ഭുതത്തിനായി നാം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന കാരണം എന്റെ ദൈവം ദേവന്മാരെ പോലെ ഒരു ദൈവമല്ല, ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. ഇവൻ തന്നെ ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം. അഗ്നി വ്യാപരിക്കുന്ന, അഗ്നി വ്യാപരിക്കുന്ന, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാരിലും പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. ആമേൻ, 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 ആമേൻ. വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്. വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക. എല്ലാവരും, എല്ലാവരും, എല്ലാവരും. അത്ഭുതം, അത്ഭുതം, രോഗശാന്തി, അത്ഭുതം, രോഗശാന്തി, രോഗശാന്തി നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ, അത്ഭുതം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ ഇറങ്ങുന്നു, നിങ്ങളിൽ ഇറങ്ങുന്നു, നിങ്ങളിൽ ഇറങ്ങുന്നു. തീ 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 തീ. ഹല്ലേലൂയ. യുവ തലമുറയെ അനുഗ്രഹിക്കണമേ, യുവ തലമുറയെ അനുഗ്രഹിക്കണമേ, ഇവിടെ തലമുറയെ അനുഗ്രഹിക്കണമേ, ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. വിവാഹ തടസ്സം മാറിപ്പോകട്ടെ, പഠിത്തത്തിലുള്ള തടസ്സം മാറിപ്പോകട്ടെ, ജോലി ലഭിക്കാനുള്ള തടസ്സം മാറിപ്പോകട്ടെ, അഭിഷേകം പ്രാപിക്കാനുള്ള തടസ്സം മാറിപ്പോകട്ടെ. അഗ്നി, 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 അഗ്നി. ദൈവമേ മനസ്സലിയണമേ, ദൈവമേ മനസ്സലിയണമേ. ഈ സഹോദരങ്ങളോട് മനസ്സലിയണമേ. ടീ 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 ടീ. രാജ വന്നിട്ടുണ്ട്. The king is here. രാജ വന്നിട്ടുണ്ട്. നമ്മുടെ യാചനയ്ക്ക് മറുപടി നൽകുവാൻ തീയിൽ കത്തുക, തീയിൽ കത്തുക, തീയിൽ കത്തുക. തീ തീ തീ. ബന്ധന കെട്ടുകൾ മുറിഞ്ഞു പോകട്ടെ, മാന്ത്രിക കെട്ടുകൾ മുറിഞ്ഞു പോകട്ടെ. തീ തീ. എല്ലാവരും ആരാധിച്ചാട്ടെ. കൃപ 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 കൃപ. മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നു, മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അഗ്നി, അഗ്നി. മക്കളില്ലാത്തവരെ കർത്താവ് തൊടുന്നു. ആമേൻ. ഒരു തലമുറയ്ക്ക് വേണ്ടി വീങ്ങി പൊട്ടുന്ന അനേക സഹോദരങ്ങളെ യേശു ഇപ്പോൾ തൊടുന്നു. ടീ 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 ടീ. ആമേൻ, ആമേൻ,
ആമേ. ജീവൻ ഇറങ്ങുന്നു, ജീവൻ ഇറങ്ങുന്നു. മക്കളില്ലാത്ത ദൈവമക്കൾ കരമുയർത്തിക്കൊള്ളുക. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ വയറിൽ ഇറങ്ങുന്നു, ഇറങ്ങുന്നു, ഇറങ്ങുന്നു. ഇപ്പോൾ 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 സ്വർഗം ഖനിയുന്നു. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം മാറിപ്പോകട്ടെ. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് അപകടം മാറിപ്പോകട്ടെ. ഈ ദൈവമക്കളുടെ ആയുസ്സിന് ഗണിയൊരുക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ ഇപ്പോൾ തകർന്നു പോകട്ടെ. അഗ്നി, അഗ്നി. ഈ ദൈവമക്കളുടെ സമ്പത്ത് നശിപ്പിക്കുവാൻ ദുഷ്ടൻ മെനഞ്ഞിരിക്കുന്ന പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്നു പോകട്ടെ. അഗ്നി, 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 അഗ്നി. ആരാധിക്ക. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. യേശു നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. നിന്റെ ഹൃദയം തുറന്ന് യാചിക്കുക, യാചിക്കുക. ഠീ 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 ഠീ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടോ യേശു നാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാം കാമ്പഹാസമേ. ഇനി ശോകമില്ല, ജയം നാം കാമ്പഹാസമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചുള്ള രാഗരശാല ജനശാകല ജനരശ രാഗല ജന ജനശാകല ജനശാല രാഗല ജന. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചലാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചലാം ഒരുങ്ങിടുക. ഇരിക്കാം. വിദ്യാർത്ഥിനികൾക്ക് നിൽക്കാം. എന്റെ അനുജത്തിമാർ വിദ്യാർത്ഥിനികൾക്ക് നിൽക്കാം. മറ്റെല്ലാവർക്കും ഇരിക്കാം. കണ്ണുകളടയ്ക്കാം. അഡ്മിഷന് വേണ്ടി ദാഹിക്കുന്നവർ, ഒരു ഭാവി ജീവിതത്തിൽ ഒരു നല്ല അഡ്മിഷൻ സൂട്ടാകുവാൻ വേണ്ടി നിലവിളിക്കുന്നവർ, നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കരം ഉയർത്തി ദൈവസന്നിധി നിലവിളിച്ചാട്ടെ, ദൈവസന്നിധി നിലവിളിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു അഡ്മിഷൻ, അനുഗ്രഹിക്കപ്പെട്ട മാർക്കുകൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൊസിഷൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുത്തതിനായി സ്തോത്രം. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇരിക്കാം. നാലാമത് എബ്രായർ 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം തന്റെ ശക്തിയുള്ള വചനത്താൽ സർവത്തെയും വഹിക്കുന്നവൻ. തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. പാപമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. രോഗശാന്തി നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. മൂന്നാമത് നാം ധ്യാനിച്ചത് ലാസറേ പുറത്തേക്ക് വരിക. അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജീവൻ. നാലാമത് എബ്രായർ 1:3 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സർവത്തെയും വഹിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ. സർവത്തെയും വഹിക്കുന്ന the life that upholds everything.
The life of Jesus Christ that upholds everything. സർവത്തെയും വഹിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം മുതൽ 10-ാം വചനം വരെയിലും സ്വർഗത്തിലിടയും കൽപ്പിക്കുന്നു, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, സമുദ്രം ഉണ്ടാകട്ടെ. ആകാശം ദൈവം നിർമ്മിച്ചു, ഭൂമി ദൈവം നിർമ്മിച്ചു, സമുദ്രം ദൈവം നിർമ്മിച്ചു. അതിനുശേഷം പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുക, മനുഷ്യനെ നിർമ്മിക്കും മുമ്പ് ദൈവം 2 കാര്യങ്ങളെ കൂടെ ഉണ്ടാക്കി. ഒന്ന്, അടുത്ത വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വചനത്തിൽ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, സസ്യങ്ങൾ ഉണ്ടാകട്ടെ. Let there be plant. Let there be greenish. വെളിച്ചമുണ്ടാകട്ടെ. അതിനുശേഷം ആകാശവിധാനത്തിൽ ഒരു വെളിച്ചമുണ്ടാകട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് ആകാശവും ഭൂമിയും സമുദ്രം നിർമ്മിച്ച ദൈവം ഉണ്ടാക്കിയ 2 ഘടകങ്ങൾ. 1 വൃക്ഷം, 2 സൂര്യൻ. എന്താണ് കാരണം? ഭൂമിയുടെ നിലനിൽപ്പിന്, മനുഷ്യ നിന്റെ നിലനിൽപ്പിന് നിനക്ക് പ്രാണവായു ആവശ്യമാണ്, നിനക്ക് ശ്വാസം ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 25-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്നു. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവ് താൻ സകലർക്കും, എല്ലാവർക്കും വചനം നമ്മെ പഠിപ്പിക്കുന്ന ജീവനും ശ്വാസവും സകലവും അവൻ നൽകുന്നു. സസ്യങ്ങളെ ഉണ്ടാക്കി, വൃക്ഷങ്ങളെ ഉണ്ടാക്കി, പച്ച ഇലകളെ ഉണ്ടാക്കി. അതിനുശേഷം ആകാശത്ത് പരിക്കുവാൻ ഒരു ആകാശ വിധാനത്തിൽ ഒരു വെളിച്ചത്തെ ഉണ്ടാക്കി, സൂര്യനെ ഉണ്ടാക്കി. പച്ച ഇലയിൽ സൂര്യ വെളിച്ചം വീഴുമ്പോൾ സംഭവിക്കുന്ന ഫോട്ടോസിന്തസിസ് നാം പഠിച്ചിട്ടുണ്ട്. പച്ച ഇലയിൽ സൂര്യ വെളിച്ചം വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോസിന്തസിസ് എന്നുള്ള റിയാക്ഷൻ, പ്രക്രിയ മുഖാന്തരം വെളിപ്പെട്ട് കിട്ടുന്നത് പകൽ നേരത്തിൽ ഓക്സിജൻ എന്നുള്ള പ്രാണവായു, രാത്രി സമയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് തിയറി ഓഫ് ഫോട്ടോസിന്തസിസ്. പകൽ നേരത്തിൽ ആ പ്രക്രിയ മുഖാന്തരം ലഭിക്കുന്ന ഓക്സിജൻ എന്നുള്ള പ്രാണവായു ഈ ലോകത്തിലെ മനുഷ്യവർഗം നിലനിൽക്കുവാൻ ഉതകുന്നു. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. നാം അല്പം കൂടെ വിശദീകരണമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. പച്ച ഇലയിലുള്ള ക്ലോറോഫൈൽ സൂര്യ വെളിച്ചത്തെ ഉட்கொண்டு ഇലയിലുള്ള 2 മാളിക്കൂൾ ഹൈഡ്രജൻ, 1 മാളിക്കൂൾ ഓക്സിജൻ അഥവാ വെള്ളം H2O, അതോടുകൂടെ 1 മാളിക്കൂൾ കാർബൺ, 2 മാളിക്കൂൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് രണ്ടയും ദഹിപ്പിച്ച് ഇതിനോട് പ്രക്രിയ നടത്തി പുറപ്പെടുവിക്കുമ്പോൾ കിട്ടുന്നതാണ് ഓക്സിജൻ. അതാണ് തിയറി ഓഫ് ഫോട്ടോസിന്തസിസ്. ആകയാൽ പ്രിയമുള്ളവരെ, മനുഷ്യനെ നിർമ്മിക്കും മുമ്പ് അവന് ആവശ്യമായ പ്രാണവായു ലഭിക്കുവാനുള്ള സിസ്റ്റം പച്ച ഇലയും സൂര്യനെയും ദൈവം നിർമ്മിച്ചു. അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ലോകം എന്റെ ദൈവത്തിന്റെ കരത്തിൽ, യേശുവിന്റെ കരത്തിൽ സർവത്തെയും വഹിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. അവസാനം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25-ാം വചനം ശ്രദ്ധിപ്പീൻ. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ
യേശു കർത്താവ് അരുളി ചെയ്യുന്ന ജീവനാകുന്ന, ആമേൻ, പാപമോചനം നൽകുന്ന ജീവൻ, രോഗശാന്തി നൽകുന്ന ജീവൻ, അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജീവൻ, സർവത്തെയും വഹിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ ഇവിടെ നാം എല്ലാവർക്കും ഉയർപ്പ് പുനരുദ്ധാനം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. ദൈവ പൈതലിന്റെ പരമലാക്ക് റോമർക്കെഴുതിയ ലേഖനം 8:23 പ്രകാരം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്നു. മരണാന്തരം നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 5:29 പ്രകാരം, ദാനിയേൽ പുസ്തകം 12:2 പ്രകാരം മരിച്ചവർ എല്ലാവരും ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിനായി ഉയർക്കുമ്പോൾ മറ്റവൻ ഉയർക്കുന്നത് നിത്യ ശിക്ഷയ്ക്കായി ഉയർക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16 പ്രകാരം ക്രിസ്തുവിൽ മരിക്കുന്നവൻ ക്രിസ്തുവിൽ ഉയർക്കുന്നു. ക്രിസ്തുവിൽ ഉയർക്കണമെങ്കിൽ ദൈവ പൈതലേ, നീ ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ നീ മരിക്കണമെങ്കിൽ നീ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ഉയർക്കും. ആ ഉയർപ്പ് നൽകുന്നത് ക്രിസ്തുവിന്റെ ജീവൻ. കർത്താവ് അരുളി ചെയ്യുന്ന, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്ന. പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം. കൃപ, 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 ദൈവകൃപ, 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 ദൈവകൃപ എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. ഒരു സമ്പ്രദായമോ നിന്നെ രക്ഷിക്കുകയില്ല. ആദ്യ പാഠങ്ങൾ മരിക്കട്ടെ. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ നിന്നിൽ മരിക്കണം എങ്കിൽ നിന്റെ ജീവൻ ദൈവത്തിൽ ഭദ്രമായിരിക്കും. ആമേൻ, ആമേൻ. വാ തുറന്നാട്ടെ. ഉറങ്ങി ഉറങ്ങി ആരാധിച്ചത് മതി ബ്രദർ. കൈ ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും കൃപ, 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 ദൈവകൃപ, ദൈവകൃപ. ആരാടിപ്പേ, ആരാടിപ്പേ, ആരാടിപ്പേ. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്. ആരും ദൈവത്തെ ആരാധിക്കാതെ കല്ലുപോലെ ഇവിടെ നിൽക്കരുത്. കൈ ഉയർത്തി കരം തട്ടി ശരീരം ഒന്ന് ചലിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല ദൈവത്തിനായി. ആമേൻ. ഉറങ്ങിയത് മതി. ആരും കണ്ണുകൾ തുറന്ന് അലസതയോട് നിൽക്കരുത്. ദൈവകൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ടോട്ടൽ സറണ്ടർ, ടോട്ടൽ സറണ്ടർ. സമ്പൂർണ്ണ കീഴടങ്ങൽ, സമ്പൂർണ്ണ കീഴടങ്ങൽ. ആമേൻ, 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 ആമേൻ. ടോട്ടൽ സറണ്ടർ. യേശുവിന്റെ സന്നിധിയിൽ, യേശുവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ, 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 ആമേൻ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. ദൈവകൃപ, 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 ദൈവകൃപ. ആരാധിപ്പിൻ. ആത്മാവിൽ നിറഞ്ഞ്
മഹത്വപ്പെടുത്തുവീൻ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പീൻ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പീൻ, ആത്മാവിൽ നിറഞ്ഞ് മഹത്വപ്പെടുത്തുവീൻ, ആത്മാവിൽ നിറഞ്ഞ് എല്ലാരും വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്. പൊടു കൃപ വ്യാപരിക്കുന്നു, പൊടു കൃപ വ്യാപരിക്കുന്നു, പൊടു കൃപ വ്യാപരിക്കുന്നു, പൊടു കൃപ വ്യാപരിക്കുന്നു. എല്ലാരിലും അടങ്ങി കിടക്കുന്ന ഹൃദയങ്ങൾ അപ്പാ ഇപ്പോൾ തുറക്കണമേ. സുവിശേഷത്തിന് അടങ്ങി കിടക്കുന്ന ഹൃദയങ്ങള് രാജാ ഇപ്പോൾ തുറക്കണമേ. ഇപ്പോൾ 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 വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. ആഗ്രഹം അവനോട് അറിയിക്കുക, ആഗ്രഹം യേശുവോട് അറിയിക്കുക, ആഗ്രഹം ദൈവത്തോട് അറിയിക്കുക. അവന്റെ അത്ഭുതകരം വ്യാപരിക്കുന്നു. ആമേൻ. കുടുംബങ്ങളിൽ ക്ഷേമം യേശു കർത്താവേ. കടം ഭാരം മുഖാന്തരം വഴിമുട്ടി നിൽക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്. കരം ഉയർത്തിക്കൊള്ളുക. കടം ഭാരം മുഖാന്തരം വഴിമുട്ടി നിൽക്കുന്ന ഈ സഹോദരങ്ങളോട് മനസ്സലിയണമേ. കർത്താവേ മനസ്സലിയണമേ. കടം ഭാരം മുഖാന്തരം നിലവിളിക്കുന്ന ഈ കുടുംബങ്ങളോട് മനസ്സലിയണമേ. അഗ്നി 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 അഭിഷേകത്തി ഇന്ന് പ്രവർത്തിക്കണമേ, ഇന്ന് പ്രവർത്തിക്കണമേ. ടുഡേ ഡു ഇറ്റ് ലോർഡ്, ടുഡേ ഡു എ മിറക്കിൾ ലോർഡ്, ടുഡേ. ഇന്ന് 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 അഗ്നി വ്യാപരിക്കുന്നു. ആസ്പത്രിയിൽ വീട്ടിൽ രോഗികളെ കിടത്തിയിട്ട് അനേകർ വന്ന് നിൽപ്പുണ്ട്. ദൂരദേശത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ട രോഗത്തിലായിരിക്കുന്നുണ്ട്. അനേക രോഗികളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അനേക രോഗികളാണ്. രോഗശാന്തി നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അഗ്നി 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 അഗ്നി. മുളകൾ തെറിക്കട്ടെ, കട്ടികൾ തെറിക്കട്ടെ, ക്യാൻസർ മാറട്ടെ, പോളിയോമൈസിസ് മാറട്ടെ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ 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 ഇപ്പോൾ ഇപ്പോൾ ടീ 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 ടീ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക. എല്ലാരും 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 വാ തുറന്ന് വാ തുറന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ ഉള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ട നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജന്മോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രാജന്മോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമാ വാഴുമേ സ്വർഗത്തിൽ. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ. കോടി കോടി യുഗങ്ങളായി കോടി കോടി എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ ഉള്ളം തുള്ളുന്നു. ഈ ലോകസുഖം
ഭാഗ്യ കണ്ട നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടോ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടോ. രാജന്മോഹം കണ്ടു. കരം ഉയർത്തി കരം തട്ടി ടീ 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 കണ്ടു എണ്ണം ഞാൻ ഘോഷിക്കും. രക്തത്തി ഫലമ വാഴുമേ സ്വർഗത്തിൽ. രക്തത്തി ഫലമ വാഴുമേ സ്വർഗത്തിൽ. കോടി കോടി എല്ലാരും കരം തട്ടി പാടുക. കോടി കോടി യുഗങ്ങളായി ആർപ്പോടു നിന്നെ ഘോഷിക്കും. ഈ സിയോൻ യാത്രയിൽ മുന്നോട്ടു തന്നെ ഓടുന്നു എൻ വീരോടീന. ലഭിക്കും നിശ്ചയം എൻ വീരോ ധനിക്കു. റഗാല ജനശ റഗാല രാധന യുഗങ്ങളായി കോടി കോടി യുഗങ്ങളായി മാനോഗര മാംസിയോനിൽ ഞാൻ വേഗം ചേർന്നിടോ. എൻ ക്ലേശமாக നീങ്ങിപ്പോ ആ വീട് ഏറ്റുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്ന് ഞാൻ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്ന് ഞാൻ എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടോ സാനന്ദോ പാടിടോ. ആനന്ദോ കൂടിടോ സാനന്ദോ പാടിടോ. ശ്രീയേശു ജന്മുമ്പാകെ കൃപ 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 കൃപ. ടി 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 ടി. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ജഡം ചാകട്ടെ, ജഡം ചാകട്ടെ, ഇരു മനസ്സ് ചാകട്ടെ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. കൃപ 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 കൃപ. റഗ്ഗാലദന്തനദബ ലഞ്ചന ശഗാലദന്തനദബ റഗ്ഗാലദന്തനദബലജബറഗ്ഗ. ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. ജീവൻ 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 യേശു കർത്താവിന്റെ ജീവൻ ജീവൻ യേശു കർത്താവിന്റെ ജീവൻ നിങ്ങളിൽ 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 നിങ്ങളിൽ. കർത്താവേ, ഇവിടെ യാത്ര, ഇവിടെ പ്രവർത്തന മേഖല, ഇവിടെ കുടുംബ ജീവിതം അഗ്നി വലയത്തിൽ അങ്ങ് കോട്ടക്കെട്ടി കാത്തുകൊള്ളണം. അനർത്ഥം, അപകടം, രോഗത്തിൽ നിന്ന് ഇവരെയും ഇവർക്കുള്ളതിനെയും സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. കൂടെ പോകണം.